ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. ബ്രെഡും അതുപോലെ തന്നെ കിഴങ്ങും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഈവനിങ് സ്നാക്സ് നമ്മൾക്ക് ചായയോടൊപ്പമൊക്കെ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. കണ്ടോ, നല്ല കറുമുറ നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. കണ്ടോ, അതിൻ്റെ ഒച്ച കിടക്കുന്ന കറുമുറ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്സാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് കിഴങ്ങ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുറിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുമ്പോഴും നമുക്ക് ഓഫ് ചെയ്ത് അത് ആറിക്കഴിയുമ്പോൾ അതിൻ്റെ പുറന്തോടൊക്കെ പൊളിച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ച് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ആറട്ടെ അവിടെ ഇരുന്ന്. ആ ഒരു സമയം നമ്മൾക്ക് ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലൊന്ന് നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത്ര ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒന്നിളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് അതോടൊപ്പം തന്നെ ഒരിതള വേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് നുറുക്കി അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എരിവ് കുറച്ചാണ് ഇടുന്നത്. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ആ മസാലകളെല്ലാം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന, കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മളുടെ മസാലകളുടെ കൂട്ടത്തിൽ നമ്മൾ കിഴങ്ങിന് ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മസാലയിലുള്ള ഉപ്പും അതുപോലെ തന്നെ ആ മസാലകളെല്ലാം നമ്മളുടെ കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ആ രീതിയിൽ നമുക്ക് ഇതുപോലെ തേച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി ആ മസാലകളെല്ലാം അടുത്തും വരുന്ന വിധത്തിൽ, നമ്മുടെ കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. ഇനി മല്ലിയില ഇട്ടതിന് ശേഷവും നമുക്ക് ആ മല്ലിയിലയും എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതൊന്ന് തണുക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 പീസ് ബ്രെഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ണിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുകയാണ് നമ്മളുടെ ബ്രെഡ് ക്രംസ്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു തരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇച്ചിരി കൂടി നീണ്ടു കിട്ടണം നമുക്ക്. ഈ ഒരു രീതിയിൽ മതി. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ഇപ്പം നമ്മളുടെ മൈദയും നമ്മളിങ്ങനെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ കിഴങ്ങ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് മസാല നമുക്കതിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാലകൾ ഇങ്ങനെ ഒന്ന് എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിലൊന്ന് പരത്തി ഒന്ന് ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. പിന്നെ എല്ലാ സ്ഥലത്തും ഞാൻ ബ്രെഡ് മസാല കിഴങ്ങ് മസാല എല്ലാ സ്ഥലത്തും ആകുന്ന വിധത്തിലൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കണം. ഇങ്ങനെ 4 പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമുക്കെല്ലാം ആ ഒരു രീതിയിൽ മുറിച്ച് വയ്ക്കാം. അടുത്ത ബ്രെഡ് പീസും ഇതുപോലെ വെച്ച് നമ്മളുടെ മസാല അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ നിരത്തി ആ ബ്രെഡ് പീസിൻ്റെ പുറത്ത് ഇതുപോലെ നമ്മൾക്ക് ഡ്രൈ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അത് വെള്ളം ചേർത്താൽ അത് ഒഴുകി പോകരുത്. ഇതുപോലെ ഡ്രൈ ആയിട്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ നമ്മളുടെ മസാലകൾ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് നേരത്തതുപോലെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. 4 പീസായിട്ട് നമ്മൾ ബ്രെഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇങ്ങനെ മുറിച്ച് വയ്ക്കാം. കണ്ടോ? ഇപ്പം ഞാനെല്ലാം ഈ ഒരു രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോ പീസും എടുത്ത് നമ്മളുടെ ആ മൈദ അതിൽ മുക്കി ഞാൻ ബ്രെഡ് ക്രംസിൽ ഒന്ന് പുരട്ടി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ പീസും നമുക്ക് അങ്ങനെ എടുത്ത് നമ്മളുടെ ആ മൈദ
കലക്കി വെച്ചിരിക്കുന്ന മൈദയിലേക്ക് മുക്കി അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് പുരട്ടി നമുക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെ ഓരോ പീസും നമ്മൾക്ക് ആ ഒരു രീതിയിൽ എടുത്തു വയ്ക്കാം. ഇപ്പം ഞാനെല്ലാം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു രീതിയിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾക്കിതുപോലെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് നമ്മൾക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു എയർടൈറ്റുള്ള ഒരു പാത്രത്തിലെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ, നമ്മൾക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടി കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഇതുപോലെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ഓരോ പീസും എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ കൊള്ളുന്ന അത്രയും പീസ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, തീ കുറഞ്ഞും പോകരുത് കൂടിയും പോകരുത്, ആ ഒരു രീതിയിൽ നമുക്കതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതുപോലെ വെച്ച് ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നീടും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഉണ്ടോ? അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്കതങ്ങ് കോരിയെടുക്കാം. ഇതുപോലെയുള്ള ഒരു അരിപ്പത്തവിയിലേക്ക് നമ്മൾക്ക് അത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റാണ്, വളരെ ക്രിസ്പിയാണ്. നമ്മൾക്കിങ്ങനെ ഉണ്ടാക്കി നമ്മളുടെ ഒരു ബോട്ടിലിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുട്ടികളൊക്കെ ആവശ്യാനുസരണം കഴിച്ചോളും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചായയോടൊപ്പം കൊടുക്കാനും വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾക്ക് ഒത്തിരി ചേരുവകൾ വേണ്ട. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്രെഡും കിഴങ്ങും ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ തരികളൊക്കെ നമുക്ക് അത് കോരി മാറ്റാം. അതിനുശേഷം വീണ്ടും നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഇട്ട് കൊടുത്ത് നമുക്കതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് നമ്മൾക്ക് മൊരിച്ചെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. രണ്ട് വശവും ഇതുപോലെ ഇട്ട് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ ബൈ.